എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദവല്ലി. എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിന് മുമ്പിൽ ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിരുന്നു. അത് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ 5-6 മാസമായിട്ട് ചെയ്യാൻ നിർത്തിവെച്ചാണ്. ദേഹാസ്വാസ്ഥ്യം മൂലം എനിക്ക് സുഖമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാം കുറേശ്ശെ കുറഞ്ഞു വന്നു. അന്നേരം ഞാൻ വീട്ടിൽ കൂടി ചെയ്യട്ടെ എന്ന്. അപ്പോൾ പുതുതായി ചെയ്യുന്ന അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചെറിയ കുഞ്ഞുമത്തി കിട്ടില്ല, കുറച്ച് ഇന്ന് കുഴിമുളക് കൂട്ട് വെക്കാനാണ് നമുക്ക്. അങ്ങനെയാ പറയാം. ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് മത്തിക്കറി ഉണ്ടാക്കാൻ പോന്ന പുളി മുളകുന്നാ പറയാം നമ്മൾ. ഒരു 2 മണി ഉലുവ ഇട്ടു, ഒരു ടേസ്റ്റിന്. ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി മുറിച്ചിട്ട് ചെറുങ്ങനെ വാടി വരുമ്പോൾ നമ്മളിതിൽ തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി വാടി ഒരുവിധം വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില. തക്കാളി ഉള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പ്, വെളുത്തുള്ളി ഇടുന്നതേ, ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്, കറിവേപ്പില ഇടുന്നത്. നല്ലോണം വഴണ്ടി വരുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടി ചേർക്കാം, എരിവിന് മതി. എനിക്ക് കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് മഞ്ഞൾ പൊടി. ഇത് വാടി വന്നതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കും. കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുടംപുളിനാണ് നമ്മൾ പറയുക. ഇതിൽ പുളി ചേർത്ത്, കാട്ടുപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. തിളപ്പിച്ചാല് വെള്ളം ഒഴിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം നമ്മൾ കുറച്ച് ചാറ് വേണ്ടേ, അതുകൊണ്ടാണ്. ചോറിന് കൂട്ടാനാണ്. പണ്ടമാനം കൊഴുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ചാറിന് കറി തറിയില്ല. അതിൽ മീൻ മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. കരിയാപ്പില, പച്ചത്തണ്ട്. കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് 2 ഉള്ളി ചുള വെളുത്തുള്ളി ചതക്കിയിട്ടിട്ടുണ്ട്. പച്ചമണം നല്ല ടേസ്റ്റ് വരെ. അതൊക്കെ കൊഴുപ്പ് വന്നു, നല്ല ടേസ്റ്റ് കിട്ടും. അതെല്ലാവരും ഉണ്ടാക്കണം.